ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ സിദ്ധാർത്ഥ്, ഒരു ACC ആസ്പിറൻ്റ് ആണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ACCA നമ്മൾ 2025 അതായത് ഇനി വരുന്ന വർഷം എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഇതേപോലെ ACCA ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ACCA നിങ്ങൾ 2025 എടുക്കണോ? കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 6000 എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ ഒരുപാട് ഓർത്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ CA CS അതേപോലുള്ള കോഴ്സുകളൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും, ഇക്വേഷൻസ് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ ACCയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം അത്യാവശ്യത്തിന് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഗീവണായിട്ട് തരും. നമുക്കത് റെഫർ ചെയ്ത് അത് ചെയ്യേണ്ട മെത്തേഡ് വെച്ച് ചെയ്ത് പോയാൽ മതി. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എനിക്ക് 95% കൊമേഴ്സിലുണ്ട്, 90% അക്കൗണ്ടിങ്ങിലുണ്ട്, ഞാൻ ACCA എടുക്കട്ടെ, എനിക്ക് ACCA സിമ്പിളായിരിക്കുമോ? ആ രീതിയിൽ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഒരിക്കലും +2 ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റില്ലേ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. വേറെ അതേപോലെ കമൻസ് കണ്ടത് ACCA ബെസ്റ്റ് കോഴ്സ് ആണോ, അത് ഞാൻ എടുക്കണോ, ആ ടൈപ്പ് കുറേ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. സോ അതിനെനിക്ക് പറയാനുള്ളത്, ഒരു കോഴ്സും ആർക്കും ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം MBBSും എഞ്ചിനീയറിങ്ങും ഒക്കെ പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് ACCA. സോ അത് നമുക്ക് ഒരിക്കലും ബെസ്റ്റ് കോഴ്സായിട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും കൊണ്ട് ഡോക്ടർ ആവാൻ പറ്റില്ല, എല്ലാവരെയും കൊണ്ട് എഞ്ചിനീയർ ആവാൻ പറ്റില്ല, എല്ലാവരെയും കൊണ്ട് നേഴ്സ് ആവാൻ പറ്റില്ല, എല്ലാവരെയും കൊണ്ട് അതേപോലെ തന്നെ ACCA ആവാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ഫിനാൻസ്, അക്കൗണ്ടിങ്, ടാക്സേഷൻ, ക്യാഷും ബിസിനസ്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ACCA എടുക്കാം. അല്ലാതെ ജനറലായിട്ട് ACCA ഒരു ബെസ്റ്റ് കോഴ്സ് ആണോ എന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എന്താ പറയുക ഇതിന്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരിക, ACCA ഈസി ആണെന്നുള്ള കാര്യമാണ്. ACCA പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരിക്കലും പറയില്ല ACCA ഈസി ആണെന്നുള്ള കാര്യം. ഈ ഒരു കോഴ്സ് ഒരിക്കലും ഈസി അല്ല, പക്ഷേ ഫ്ലെക്സിബിൾ ആണ്. ഈ രണ്ടിൻ്റെയും മീനിങ് നല്ല വ്യത്യാസമുണ്ട്. ഓരോ പേപ്പർ പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിലും ആ പഠിക്കേണ്ട പേപ്പർ നമ്മൾ പഠിക്കണമല്ലോ, അതിലുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. സോ അത് മനസ്സിലാക്കാനും അത് അപ്ലൈ ചെയ്യാനും അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. ഫുള്ളിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് 1-2 മാർക്കിനൊക്കെ എത്രങ്ങാനും സ്റ്റുഡൻസാണ് ഫെയിൽ ആവുന്നതെന്നറിയോ? ACCA എക്സാംസിന് കൂടുതൽ പേരും ഫെയിൽ ആവുന്നത് ഒരു 45-46 ആ ഒരു ലെവലിലാണ്. അല്ലാതെ വലിയ മാർജിനിൽ ആരും തോക്കുന്നില്ല. എന്ന് വെച്ചിട്ട് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഭയങ്കര വലിയൊരു ടാസ്ക് അല്ല. നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സുഖമായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാം. അത് മാത്രമല്ല, ACCA എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രഷറാണ്. കാരണം ഒരു 16,000-17,000 രൂപ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ട് ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ടാവും, അല്ലാത്ത പാരൻസിനെ ഫേസ് ചെയ്യുന്ന ടെൻഷൻ ഉണ്ടാവും, അതിനൊക്കെ ഉപരി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഇറങ്ങുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. സോ ഇത്ര അധികം നമ്മുടെ തലയിലിരിക്കുമ്പോൾ ഈ ഒരു എക്സാം എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. സോ ഇനി നമുക്ക് ACCA കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിന് എത്ര സാലറി കിട്ടും നോക്കാം. ഒരു ACCA അഫിലിയേറ്റിന്, അതായത് 13 പേപ്പറായ ഒരു സ്റ്റുഡൻറ്റിന് ബേസിക്കായിട്ട് കിട്ടുക 20,000 മുതൽ 35,000 രൂപ വരെ സാലറിയാണ്. വെയിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകല്ല, ഞാനത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. സോ 20,000 മുതൽ 35,000 എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. നിങ്ങളിപ്പോൾ ഒരു CA സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു 3 കൊല്ലം ആർട്ടിക്കൽഷിപ്പ് ചെയ്യണം. ഇൻ്റർ ചെയ്യുന്നതോട് കൂടിയാണെന്ന് തോന്നുന്നു ആർട്ടിക്കൽഷിപ്പ് ചെയ്യാം. സോ ഇത്രയും ടഫായിട്ടുള്ള CA പഠിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എത്ര കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയാം? 8,000 മുതൽ 10,000, 12,000 ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് സാലറി കിട്ടുക. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെറും 3 കൊല്ലം മാത്രം പഠിച്ച് ഓരോ പേപ്പർ എടുത്ത് പഠിച്ച് പാസ് ഔട്ട് ആവുന്ന ഒരു ACCA സ്റ്റുഡൻറ്റിന് അവൻ്റെ ട്രെയിനിങ് പീരീഡിൽ 25,000, 35,000 ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? അപ്പോൾ നിങ്ങൾ MBBS കഴിഞ്ഞ ഒരു ഡോക്ടറായിട്ടാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും ഇനീഷ്യലി നമുക്ക് ഈ ഒരു സാലറി മാത്രമേ കിട്ടുള്ളൂ. അതല്ല നമ്മുടെ ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞ് ഒരു 3 കൊല്ലം കഴിഞ്ഞ് നമ്മളൊരു ACCA മെമ്പറൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ സാലറി ഹൈക്ക് ഉണ്ടാവും. ഒരു 50,000, 60,000, 70,000, 1,00,000 എബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ നല്ല പോലെ സാലറി കിട്ടും. അപ്പോൾ CAയുടെ ആർട്ടിക്കൽഷിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ACCയുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും നല്ല അടിപൊളിയല്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു 3 കൊല്ലം നമ്മൾ ട്രെയിനിങ് പീരീഡിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കൂട്ടാനും പറ്റും. സോ അങ്ങനെ 3 കൊല്ലം ഇവിടെ, പിന്നെ 2 കൊല്ലം എക്സ്ട്രാ കൂടി വർക്ക് ചെയ്താൽ 5 കൊല്ലം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടും. ഇനി ഈ സാലറി, ജോബ്, ഈ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ACCA പഠിക്കുന്നതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന കാര്യത്തെപ്പറ്റി ഞാനൊന്ന് സംസാരിക്കാം. നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും.
ക്യാഷ് മാനേജ്മെൻറ്റ് പഠിക്കാനും പിന്നെ ബേസിക് ആയിട്ട് നമ്മുടെ ഈ മാർക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ACC ആക്ച്വലി വളരെ വർത്ത് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഞാൻ ഒരിക്കലും ACC എടുത്ത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. സോ നിങ്ങളെ കൊണ്ട് CA എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എന്തൊക്കെ ചെയ്താലും നിങ്ങളെ കൊണ്ട് പാസ്സാവാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ACCA. നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ചേർന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കോഴ്സ് മടുക്കില്ല. അല്ലാതെ പാരൻസ് കുറേ പേര് തള്ളിവിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ നോളേജ് ലെവൽ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ പരിപ്പളകും, നിങ്ങൾ കോഴ്സ് നിർത്തി പോകേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരും. കയ്യിലുള്ള ക്യാഷും പോവും, അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു കൊല്ലവും പോവും, നിങ്ങളുടെ ടൈമും പോവും, ആൾക്കാർ നിങ്ങളുടെ റെസ്പെക്റ്റും പോവും. സോ അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. കാരണം ബാക്കിയുള്ളത് പോലെയല്ല, ഇത് നല്ലപോലെ പഠിക്കാനുണ്ട്. അത്യാവശ്യം നമ്മുടെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞ സാധനമൊക്കെ മറന്നേക്കുക. നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ, അത് എനിക്ക് ചെറിയൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടു, നിങ്ങൾക്ക് എന്നിട്ടും ACC എടുക്കാൻ തന്നെയാണ് താല്പര്യം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങും ഫിനാൻസും ഓഡിറ്റിങ്ങും ഈ കാര്യങ്ങളോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്, അത്യാവശ്യം ഒരു പവറുള്ള ജോബിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഞാൻ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ബെസ്റ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതേപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എടുക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ അത്രയും ക്യാഷ് വേസ്റ്റ് ആവും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും, ACCനെ തന്നെ നിങ്ങൾ വെറുത്തു എന്ന് വരെ വരും. സോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്പർ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ കയറി മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിന് എനിക്ക് തരുന്ന റിപ്ലൈ അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യുക. അല്ലാതെ എല്ലാവർക്കും സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്താനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ACCയിൽ 180+ കൺട്രീസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നിങ്ങനെ ഭയങ്കര പ്രൊമോഷനാണല്ലോ. അത് സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണ്, സത്യമല്ലേന്ന് ചോദിച്ചാൽ സത്യമല്ല. കാരണം നമുക്ക് ഈ 180 കൺട്രീസിൽ ഓടി നടന്ന് ജോബ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ ലാംഗ്വേജ് ഒരു ബാരിയറാണ്, ഇൻ്റർവ്യൂ ഒരു ബാരിയറാണ്, പിന്നെ അവിടുത്തെ നേറ്റീവ്സിനെ എടുത്തിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങളതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമല്ലാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നമുക്ക് പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. അല്ലാത്ത രാജ്യത്ത് എവിടെ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ലാംഗ്വേജ് പഠിച്ച് ആ ലാംഗ്വേജിൻ്റെ എക്സാം പാസ്സായിട്ടേ പോകാൻ പറ്റൂ. സോ ഈ 180+ കൺട്രീസ് എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നില്ല അത് പ്രാക്ടിക്കലാണെന്ന്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ACC റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ +2ൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കുന്നതോ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ പറയുന്ന മറ്റൊരു കോഴ്സ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ജസ്റ്റ് ഞാൻ പഠിക്കുന്ന കോഴ്സിനെ പറ്റി മാത്രമേ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ACCA എന്ന് പറയുന്ന ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അവിടെ കയറി എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. Thanks for watching. Bye bye.